അങ്ങനെ പറഞ്ഞ് 2024 അവസാന മാസമായി. ഡിസംബർ മാസം എത്തി. ഡിസംബർ മാസം വരുമ്പം തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്മസാണ്. ക്രിസ്മസിൻ്റെ ആ ഒരു ക്രിസ്മസ് ട്രീയുടെയും സ്റ്റാറിൻ്റെയും ഒക്കെ ആ ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും വരിക. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസംബർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് ഉണ്ടാക്കി വെച്ച് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഡിസംബർ മാസം പകുതിയായി. എന്നാലും കുഴപ്പമില്ല, ക്രിസ്മസ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇങ്ങനെയൊരു മെത്തേഡിലാണ്. അടിയിലൊരു ബേസിൻ പോലത്തെ സംഭവം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത് ഫ്ലോപ്പാണോന്നല്ല, അതങ്ങോട്ട് ശരിയായിട്ടില്ല. എന്താ പറയുക, ഒരു വൃത്തി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് അഴിച്ചു മാറ്റി. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നൂലിൽ കെട്ടിയിട്ടാണ് ആക്കിയത്. അപ്പോൾ നൂല് ലൂസായപ്പോൾ മൊത്തം ലൂസായി, ഇടയ്ക്കുന്നൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ടൊരു വൃത്തി ഉണ്ടായില്ല. ഈ നൂല് ഭയങ്കര ലൂസായിരുന്നു. നമ്മളതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് വേറെ പുതിയൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനൊരു ബേസിൻ വെച്ചിട്ട് ചുറ്റിലും നൂല് കെട്ടിയിട്ടാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്തത്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ, ഇത് ചുറ്റുന്ന ആ ഒരു പച്ച സാധനം ക്രിസ്മസ് ട്രീയുടെ, അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് ചട്ടിയിൽ ഇങ്ങനൊരു പൈപ്പ്, ഇതൊരു കമ്പിയുടെ സാധനമാണ്. അത് നമുക്ക് ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എന്താ പറയുക കമ്പിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എത്ര ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ വലുത് വേണമെങ്കിൽ വലുതാക്കാം. നമ്മളെന്തായാലും അത്രയും ചുറ്റാനുള്ളത് കൊണ്ട്, സാധനം ഉള്ളത് കൊണ്ട് കുറച്ച് ഹൈറ്റിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയൊരു സാധനമാണ്. അതും അടിയിലൊരു വട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അത് നിൽക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പലക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ അല്ലെങ്കിലും എന്ത് ഒരു എന്താ പറയുക വട്ടത്തിലുള്ള കിട്ടുന്ന എന്ത് ആയാലും കുഴപ്പമില്ല. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇങ്ങനൊരു സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ, അപ്പം എടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ പ്രൊസീജിയറൊക്കെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു സാധനത്തിന് നമ്മൾ ചുറ്റിലും ഒരു 8 കുറച്ച് ഗ്യാപ്പായിട്ട് ആണി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നൂലിങ്ങനെ ഇതുപോലെ ചുരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 8 10 അല്ലെങ്കിൽ 5 എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് ചുറ്റിലും കെട്ടാൻ വേണ്ടിയിട്ട് ആണി ഇങ്ങനെ സൈഡിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വട്ടം ആ പലകയുടെ മുകളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനും ഒരു ആണി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നൂലിങ്ങനെ ക്രോസായി അങ്ങനെ ചുരുട്ടി നമ്മൾ കൊടുത്തു. നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ചുരുട്ടാൻ കേട്ടോ. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മറ്റേത് ചുരുട്ടുമ്പം ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മളതിങ്ങനെ ചുരുട്ടിയെടുക്കും. നല്ല ടൈറ്റായിട്ട് കെട്ടണം. ആണി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുരുട്ടി വെക്കും. എന്നിട്ട് ഇതുപോലെ മേലേന്നേ തുടങ്ങി ഇങ്ങനെ ചുരുട്ടി വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നൂലിൻ്റെ ഇടയിൽ കൂടെ ഈ സാധനം ഇട്ട് കൊടുക്കും. അവിടെ എന്താ പറയുക സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടി താഴോട്ട് ഇങ്ങനെ അഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നൂലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നമ്മൾ ഇത്ര വരെ എത്തിച്ചു. ഇനി അവസാനം വരെ ഇതേ പ്രോസസ്സ് തന്നെയാണ്. റൗണ്ട് അടിക്കുക, ഇടയ്ക്ക് നൂലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ നൂലിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത പീസ് എടുക്കും. അങ്ങനെ കഴിയാറായി. അപ്പം നമ്മൾ ഇത്ര റൗണ്ട് അടിച്ചപ്പോൾ നമ്മുടെ സാധനം കഴിഞ്ഞു പോയി. ഇപ്പം നല്ല ടൈറ്റായിട്ട് കെട്ടിയതാണല്ലോ, അപ്പോൾ സാധനം കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ വാങ്ങാനൊന്നും നിന്നില്ല. ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടല്ലേ, വെറുതെ. ലാസ്റ്റ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ആ നൂലൊന്ന് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ടാപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലൈറ്റും കൂടെ ചുരുട്ടി കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഈ ലൈറ്റൊക്കെ വന്നപ്പോൾ.
ഇത് ഞങ്ങൾ ഒരു 5-6 പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. കുഞ്ഞി കുഞ്ഞി ക്രിസ്മസ് അപ്പൂപ്പനും കുഞ്ഞി ബോൾ പോലത്തെ സാധനം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഈ സ്റ്റാർ ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ കളർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഇതിന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ആ ലൈറ്റ് ഇങ്ങനെ നിൽക്കില്ലേ, നമ്മൾ ചുരുട്ടിയ ലൈറ്റിൻ്റെ ആ ഒരു പുറത്തേക്ക് വരുന്ന പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന ലൈറ്റിന് തൂക്കിയിട്ട് കൊടുത്തു. കുറച്ച് സാധനങ്ങളെ ഉണ്ടായുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ സാധനങ്ങൾ വരും. അത് നമ്മൾ തന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റാർസും ബെല്ലും അങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഈ സ്റ്റാറൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പേപ്പർ ഒട്ടിച്ചതാണ്. ഗോൾഡൻ കളർ പേപ്പർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചതാണ്. അതൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ബോളും ക്രിസ്മസ് അപ്പൂപ്പനും ആ ബെല്ലൊക്കെ വാങ്ങിച്ചതാണ്. ഇതിന് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് വേണം പുറത്ത് കൊണ്ടുപോയി വെക്കാൻ. ഇപ്പോൾ ഇവിടെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഒരു കോർണറിൽ അവിടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലുക്ക് വരുന്നത്. കുറച്ചുകൂടെ സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്ര ഹൈറ്റ് വേണമെന്നൊന്നുമില്ല. കുറച്ച് എന്താ പറയുക, ചെറുതായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, നല്ല രസമായിരിക്കും, അവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.